നമസ്കാരം. ഇത് കുറേ മുമ്പ് നടന്നൊരു സംഭവം. ഒരു ഭാര്യ ലക്ഷക്കണക്കിന് സ്വത്തുള്ള ഭർത്താവിനെ ചതിച്ച സംഭവം. പക്ഷെ അവൾ പൂർണ്ണമായിട്ട് തെറ്റു പറയാൻ പറ്റില്ല. ഈ സംഭവം നടക്കുന്നത് ഏലൂർ വ്യവസായ മേഖല, അവിടുത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള. കൂടുതൽ ഞാൻ വിശദീകരിച്ചാൽ ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്തു പോകും. അത് ആളെ മനസ്സിലാവരുത് എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്. അവിടുത്തെ ഒരു കോൺട്രാക്ടറുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോൺട്രാക്ടർക്ക് അയാൾ അവിടെ ക്യാൻറ്റീനിൽ ജോലിക്ക് വന്നതാണ്. ആ കമ്പനിയിൽ അയാൾ കുറേ ദൂരത്തെ എവിടെയുള്ള ആളാണ്. ക്യാൻറ്റീനിൽ കിടക്കും. ഡ്യൂട്ടി സമയം രാത്രി ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ ക്യാൻറ്റീനിലാണ് ഉറങ്ങുന്നത്. എങ്ങും പോകാനൊന്നുമില്ല, സ്ഥലമില്ല. അത്ര പാവപ്പെട്ട ഒരാളാണ്. പക്ഷെ അയാൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അങ്ങനെ അവിടുത്തെ ഈ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഇയാൾ കണ്ടുപിടിച്ച് മെല്ലെ അതിലേക്ക് മാറി. പിന്നെ ഇയാൾ സബ് കോൺട്രാക്റ്റ് എടുക്കൽ തുടങ്ങി. അങ്ങനെ ഇയാൾ അവിടെ ഈ കമ്പനിയിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ സ്കിൽഡായിട്ടുള്ള കുറേ പൈസയും പണിക്കാരും ഉണ്ടായിട്ട് കാര്യമില്ല. ചില സാധനങ്ങൾ ഇറക്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറക്കണമെങ്കിൽ, ഹെവി എക്യുപ്മെൻറ്റ്സൊക്കെ ഇറക്കണമെങ്കിൽ, അതേപോലെ എല്ലാത്തിനും ഒരു ഐഡിയ വേണം. ഇയാൾക്കത് നല്ലോണം ഉണ്ട്. അങ്ങനെ ഇയാൾ പടി ഡയറക്റ്റ് കോൺട്രാക്റ്റ് എടുക്കണം. കമ്പനിയിൽ നിന്ന് വലിയ ബില്ലുകൾ മാറാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഇയാളുടെ രണ്ട് കൈമേലും ഈ ഫുള്ള് ഇത്രയും വരെ ഗ്ലൗസ് ഇടും ഇയാൾ. ഇപ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ സ്കൂട്ടിമേ പോകുമ്പോൾ ഇടില്ല, അങ്ങനത്തെ ഗ്ലൗസ്. അപ്പോൾ ഇയാളുടെ കൈമേൽ ചൊറിയാന്നൊക്കെ ഒരു റൂമറുണ്ട്. ഏതായാലും ഇയാളൊരു അതിസുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ച് വലിയൊരു വീട് വാങ്ങി ഒക്കെ കണ്ണടച്ച് തുറക്കണ വർഷങ്ങളുമുണ്ട്. കല്യാണം കഴിച്ച് 2-3 കൊല്ലമാകുമ്പോഴാണ് ഇയാളുടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു വൃത്തിയായിട്ടാണ് ഇയാളവിടെ എടുക്കുന്നത്. എവിടെയുള്ള ആളാണെന്നൊന്നും ഞാൻ പറയണ്ട. ഇവൻ വന്നിട്ട് ഇവനില്ലേ കുതിരക്കാരനായി വന്ന് കുടുംബക്കാരനായി മാറി എന്ന് പറഞ്ഞ അതേ ശൈലി. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിൽ വരും. ഇവരുടെ വീട്ടിൽ പല കാര്യങ്ങൾക്കും, അതായത് ഇയാളുടെ ബാങ്ക് കാര്യങ്ങൾ നോക്കുക, ഓഫീസിലെ കാര്യങ്ങൾ നോക്കുക, ബില്ല് പാസ്സാക്കിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. കായികാധ്വാനമുള്ള പണിയല്ല ഇവൻ കുറച്ച് പഠിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇവൻ വീട്ടിലുള്ള എല്ലാ പൊളിസും പെണ്ണിൻ്റെ മനസ്സിലാക്കി ഇവിടെ ഒന്നും നടക്കല്ലെന്നൊക്കെ ഇവന് മനസ്സിലായി. എന്നിട്ട് ഇവൻ ചെയ്തത് എന്താണ്, ഒരു ദിവസം അയാൾ ഔട്ട് സ്റ്റേഷനാണ്. ഇയാളെ വീട്ടിൽ വരും. അപ്പം പല വർക്കുകളും ഈ ടാക്സ് കൺസൾട്ടൻ്റ് ഇയാളോട് പറഞ്ഞിട്ട് പല വർക്കുകളും വൈഫിൻ്റെ പേരിലാണ് ഇയാൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ബില്ല് പാസ്സാകുന്നത് വൈഫിൻ്റെ പേരിലാണ്. അങ്ങനെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ചെറിയ നികുതി ഇതാക്കാനൊക്കെ. അപ്പോൾ ഇവളുടെ അക്കൗണ്ടിലും പണം നല്ലോണം ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി ഇവൻ എന്ത് ചെയ്ത്, ഈ പുതുതായിട്ട് ജോയിൻ ചെയ്താണ്. ഇവള് വീട്ടിൽ സാരി കൊടുക്കുള്ളൂ, അത്ര പ്രായമൊന്നുമില്ല ഇവൾക്ക്. ഒരു ദിവസം കയറി ഇവളുടെ ബെഡ്റൂമിലേക്ക് ചെന്നിട്ട് ഇവളെ റേപ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. ഇവളുടെ ബ്ലൗസ് ഒക്കെ വലിച്ചു പറിച്ച് ബ്രേസറൊക്കെ പൊട്ടിച്ച് അതുവരെ ആരും തൊടാത്ത അവളുടെ മുലക്കണ്ണുമേലൊക്കെ അയാൾ ഞെരടി കൊടുക്കുക, ചപ്പി കുടിക്കുക ഒക്കെ ചെയ്തപ്പോൾ, അതായത് ഇയാൾ ഈ പെണ്ണിനൊന്നും ചെയ്യല്ല, അത് അയാളുടെ ഭാഗത്ത് തെറ്റ്. അങ്ങനത്തെ ഒരു പരിപാടി ഇയാളുടെ ഇല്ലെങ്കിൽ പിന്നെ ഒരു അലങ്കാര വസ്തുവായിട്ട് ആ പെണ്ണിനെ അവിടെ കൊടുത്ത് വെക്കാനും പാടില്ല. പെണ്ണിൻ്റെ മേലൊക്കെ ഇയാൾ പിടിച്ച് ഞെരടി കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ പെണ്ണിൻ്റെ റെസിസ്റ്റൻസ് പവർ നഷ്ടപ്പെട്ടു. മനുഷ്യജീവിയല്ലേ, വികാരത്തിന് അടിമയായി അസലായിട്ട് കളിച്ചും കൊടുത്ത്. അപ്പോൾ ഇങ്ങനൊരു സുഖം ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് അവൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇവനൊരു പഞ്ചാരക്കുട്ടനാണ്. ഇവളെ നല്ലോണം സോപ്പിടലും ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കളിച്ചു കൊടുക്കൽ തുടങ്ങി. ഗർഭോണ്ടാണ്ട് നിൽക്കാനുള്ള എല്ലാ പരിപാടിയും ഇവൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പ്രോബ്ലം. ഈ വർഷം ഏപ്രിലൊക്കെ ആകുമ്പോൾ ഈ ടാക്സ് റിട്ടേൺ കൊടുക്കണമല്ലോ. അപ്പോൾ ഇയാളൊരു ഇയാൾക്കുണ്ട് ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ കണക്കൊക്കെ ശരിയാക്കണം. അയാൾ നല്ല പഠിപ്പ് CA എന്തോ പഠിച്ച ആളാണ്.
അയാൾ ഇവരുടെ ബാങ്ക് പാസ്ബുക്കുകളും ലെഡ്ജറും ഇവരുടെ എല്ലാ കണക്കുകളും ഒത്തു നോക്കുമ്പോൾ ഒരുപാട് പൈസ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കുമ്പോൾ ഡിഫറൻസ്. ഈ പെണ്ണിൻ്റെ പേരിൽ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്, പല പരിപാടി ചെയ്തിട്ടുണ്ട്. അയാൾ ഈ വിവരം മുതലാളിനോട് പറഞ്ഞു. മുതലാളി ഇവനോട് ഇത് ചോദിക്കുമെന്ന് അവനെങ്ങനെയോ അറിഞ്ഞു. ഇവനവിടുന്ന് മുങ്ങി. ഇവൻ മുങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ല പുതുപ്പണക്കാരനല്ലേ, എറണാകുളത്തുള്ള സകല ഗുണ്ടകളെയും വിലക്ക് മേടിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. പോലീസിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഇത് ചീറ്റിംഗ് ആണല്ലോ. സെക്ഷൻ 420 വിശ്വാസവഞ്ചനയാണ് ചെയ്തേക്കണം. ഒരാളും അവൻ്റെ സപ്പോർട്ട് നിൽക്കില്ല. അപ്പോൾ ഇവൻ കുറേ ലക്ഷങ്ങൾ അടിച്ച് മാറ്റിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പം ഈ സംഭവം നടക്കണം. ഈ നടത്തിയതുണ്ട് എൻ്റെ ഒപ്പം ജോലി എടുത്ത ഒരു സ്ഥലം അന്യാണ്. എറണാകുളത്തല്ലേ സംഭവം. ഇവനോടി എൻ്റെ അടുത്ത് വന്ന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. ഞാൻ പറഞ്ഞു ഞാൻ അയാളിട്ടൊരു പരിചയമില്ല, ഞാൻ പോയിട്ട് അയാളോട് എന്താ ഞാൻ ഗുണ്ടായിട്ട് പോവുക, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ അയാളോട് സംസാരിക്കാറ്. അങ്ങനെ ഞാനും എൻ്റെ ഒപ്പം പഠിച്ചു വരുത്താൻ അവനെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലിയൊക്കെ നല്ല പിടിപാടുണ്ട്. അവൻ്റെ അടുത്ത് ഈ കേസ് എത്തിയിട്ടുണ്ട്. എങ്ങനെ ഇവനെ പൂട്ടാൻ വേണ്ടി മുതലാളി അങ്ങനെ പോലീസ് ഓഫീസർമാരായിട്ടൊക്കെ ഇവനെ സംസാരിച്ച് അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കണം. ഏതായാലും ഇയാളെ പോയി കണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഇവൻ ഫസ്റ്റ് ലെവൽ റേപ്പ്. അപ്പോൾ ഇവനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറയും. കൂട്ടുകാരൻ്റെ അനിയനോട് എനിക്ക് സംസാരിക്കണം, കാരണം ഉണ്ടായ സംഭവം എനിക്കറിയണ്ടേ, എന്നാലും ഇവന് വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരിൽ കണ്ടുപോകാൻ പറഞ്ഞ് ഫസ്റ്റ് ലെവൽ റേപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഓരോരോ ആവശ്യത്തിന് ഇങ്ങനെ പണം കൈപ്പറ്റൽ തുടങ്ങി. ഇവളെ കൊണ്ട് ചെക്ക് ഒപ്പിടിക്കും. ഇവർക്ക് എന്താണ് ചെക്ക്, എന്ത് തേങ്ങ, ഒരു സാധാരണ വീട്ടമ്മ. അപ്പോൾ പൈസ പോയി വിഡ്രോ ചെയ്യും. അപ്പോൾ ബാങ്കിലൊക്കെ ഇവൻ്റെ മുഖം പരിചയമാണ്, ഇടപാടുകൾ നടക്കണമല്ലേ. അപ്പോൾ പൈസ എന്തെങ്കിലും ആവശ്യത്തിന് ലേബേഴ്സിന് കൊടുക്കാനാണ് എന്താണെന്നെങ്കിലുമൊക്കെ വിചാരിക്കുള്ളൂ. ബാങ്കരങ്ങനെ ഡൗട്ട് അടിച്ചിട്ടില്ല. അതിൽ ഞങ്ങൾ ഇയാളോട് പോയി സംസാരിച്ചു. അപ്പോൾ ഇയാൾ ഒരു സൗമ്യനാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഭാര്യ അവരെ പ്രേമിച്ചതൊന്നുമല്ല, അവർ റേപ്പ് ചെയ്തതാണ് ഫസ്റ്റിലെ. അങ്ങനെ പെണ്ണ് അതിനടിമയായതാണ്. പിന്നെ ഈ പെണ്ണിന് ഈ ചെക്ക് എന്ത് വാങ്ങാൻ ഒന്നും അറിയാത്ത പെണ്ണാണ്. ഇവനാണ് പറ്റിച്ചേക്കണത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ജയിലിലടക്കും. ഞാൻ പറഞ്ഞു അവനെപ്പറ്റി ഇപ്പോൾ ഒരാളും അവന് വക്കാലത്ത് പറയാൻ പറ്റില്ല. അവൻ ചെയ്തത് നല്ല കാര്യമല്ല. പക്ഷേ ഒരു ക്ഷമിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് കിട്ടും. അപ്പോൾ ചോദിച്ചാൽ എൻ്റെ ഭാര്യൻ്റെ മാനം കിട്ടുമൊക്കെ ചോദിച്ച്. അത് കിട്ടൂല, സാമ്പത്തികമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇവൻ്റെ പേരിലുള്ള പറമ്പ് വിറ്റ് ഇയാളുടെ എമൗണ്ട് ക്ലോസ് ചെയ്തു. എമൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് ഇവളോട് ദേഷ്യം. അതിൽ സെറ്റും ഞാനല്ല തീരുമാനിക്കണം. ഇയാൾ ഇവളെ ഉപേക്ഷിച്ച്. ഇയാളെ സത്യത്തിൽ എന്തിനാ അവളെ കെട്ടിയത്? വീട്ടിലൊരു അലങ്കാര വസ്തു, ഷോക്കേസിലൊക്കെ വെക്കണ ഒരു ഫ്ലവർ വേസ് എല്ലാം കൊണ്ടുവന്ന് വെച്ചതാ. എനിക്കൊന്നും മനസ്സിലായില്ല. നല്ല പൈങ്കിളി പോലത്തെ പെണ്ണ്. മറ്റവന് കിട്ടിയത് ലാഭം, പക്ഷെ അവൻ്റെ പറമ്പ് വിറ്റ് കടം വീട്ടേണ്ടി വന്നു. ഇതിൽ ചതി വഞ്ചന ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. ആ പെണ്ണ് പാവം, അവൾ വികാരത്തിന് അടിമയായിപ്പോയി. ഒരു പ്രാവശ്യം കിടന്നു കൊടുത്ത ആ പുരുഷൻ ചതിയനാണെങ്കിൽ പിന്നെ അവന് ഒരു പെണ്ണിനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ വലിയ ഗൂഢാലോചനയിലൊന്നും പങ്കെടുത്തതല്ല. സത്യം പറഞ്ഞാൽ ഇവൻ പറഞ്ഞതിനൊക്കെ ഒരു പാവ പോലെ അവൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു. എനിക്ക് മനസ്സിലാവണത് അതാണ്. അങ്ങനെ ആ ഒരു അധ്യായം അവിടെ അവസാനിച്ച് ഇയാൾ നിരാശയിലൊക്കെ കുറച്ച് നാളിങ്ങനെ നടന്നു. പിന്നെ ഇയാൾ എന്തായെന്ന് അറിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ട്. ഇയാൾ പെട്ടെന്ന് പണക്കാരനായി, സ്റ്റാറായി മാറി, ഒക്കെ നല്ല വളർച്ച ഏകദേശമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അയാളുണ്ടോ ഇനി അവരുണ്ടോ ഒന്നും അറിയില്ല. ഇപ്പം പെണ്ണുങ്ങളെ നമ്മൾ എല്ലാ പെണ്ണുങ്ങളും നമ്പാൻ പാടില്ല എന്നല്ല പറയണത്. സാഹചര്യങ്ങൾ, ചില വൃത്തികെട്ടവന്മാർ ചില പെണ്ണുങ്ങളെ പെടുത്തിക്കളയും. അതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷെ ആർക്കും ഒരു കേടില്ലാണ്ട് തട്ടുകേട് പറ്റിയത് ഇവൾക്കാണ്. അല്ല, ഇവളവിടെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കുറേ ചോറും കറിയും തിന്നാനായിട്ടൊരു പണക്കാരൻ്റെ വീട്ടിലൊരു സർവൻ്റായിട്ട് അവൾ നിൽക്കേണ്ട ആവശ്യം അവൾക്കില്ല. അത്ര പട്ടിണിക്കാരത്തിയും അല്ല അവൾ. അങ്ങനെ ആ അധ്യായം അവിടെ കഴിഞ്ഞു.
ഈ തെറ്റോ ശരിയൊന്നും ഇതിൽ അനലൈസ് ചെയ്യാൻ ഞാനാളല്ല. അതവിടെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഞാനന്ന് ഇടപെട്ടുകൊണ്ട് അത് സോൾവ് ആയി. അല്ലെങ്കിൽ അയാൾ ഗുണ്ടകളെ വിട്ട് എന്തെങ്കിലും ചെയ്യിക്കും, അല്ലെങ്കിൽ ജയിലിലാക്കിയാണ്. അതുകൊണ്ട് അയാൾക്ക് ലാഭമില്ല. അപ്പം അയാൾക്ക് പോയ മുതൽ തിരിച്ച് കിട്ടി, ഭാര്യനെ മനസ്സിലാക്കാൻ പറ്റി, അയാൾ ഫ്രീ ആയി. അത്രേ ഉള്ളൂ. നമസ്കാരം.